ആത്മാർത്ഥമായിട്ട് ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ ജീവൻ കൊടുക്കേണ്ടി വന്ന രണ്ടു പേര്. അങ്ങനെയാണ് ടൈറ്റിലെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരാളുടെ താൽക്കാലികമായ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥത കൂടി ഒരാളെ സഹായിക്കാൻ 1 പവനോ 2 പവനോ 5 പവനോ കൊടുത്ത ഒരു കഥയല്ലത്. ഒരു വലിയ ലാഭം മുന്നിൽ കണ്ട് 3 പേര് ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെയും വഞ്ചനയുടെയും കഥയാണ്. ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 പേര് ഒരാളുടെ സഹായത്തിനായി അവിടെ നിന്നും 70 പവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് ഒരു സഹായം? 1 പവൻ സ്വർണം മറിച്ച് പണയം വെക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന്റെ കഥകൾ കേട്ടപ്പോൾ 1 പവനിൽ കൂടുതലായാൽ എന്താ എന്നൊരു ചിന്ത വന്നു കാണും. അങ്ങനെ 50, 20, 70 പവൻ അവര് മറിച്ച് പണയം വെക്കാൻ കൊടുത്ത സ്വർണം ഒരു കാരണവശാലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അവര് ആത്മഹത്യ എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. തങ്ങൾ ചെയ്ത തെറ്റ് സമൂഹത്തിൽ അറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട്, ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള പേടി, ഇതൊക്കെ കൊണ്ട് ആ 2 ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്തു. സാമാന്യ ബോധമില്ലാത്ത ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് പറ്റിക്കുവാൻ ഒരു കൂട്ടം കുരുട്ട് ബുദ്ധിക്കാർ ഈ സമൂഹത്തിലുണ്ട്. തെറ്റിനെ പേടിച്ച് ആത്മഹത്യ ചെയ്താലും തെറ്റായിട്ട് തന്നെ നിൽക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന ഒരാളെയും വിശ്വസിക്കരുത്. കാരണം ആൾക്കാർക്കെല്ലാം 2 ഭാവങ്ങളുണ്ട്. ഒന്ന്, സമൂഹത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു ഭാവം. 2, അവരുടെ സ്ഥായി ഭാവം. ചിലരിൽ അത് വളരെ വന്യമായിരിക്കും.